ജീവിതത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇലക്ട്രിക് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നല്ലൊരു നാളേക്ക് വേണ്ടി കരുതലെടുക്കുകയാണ്. ചാർജിംഗ് പോയിന്റ് സെറ്റപ്പ് ചെയ്യുവാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. 4 ഘട്ടങ്ങളിലായിട്ടാണ് ചാർജിംഗ് പോയിന്റ് സെറ്റപ്പ് ചെയ്യേണ്ടത്. ആദ്യം ലേ ഔട്ട് മനസ്സിലാക്കാം. രണ്ടാമതായി ചാർജിംഗ് പോയിന്റിന് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇതിനായി കാറ്റോ മഴയോ നേരിട്ടുള്ള സൂര്യവെളിച്ചമോ ഏൽക്കാത്ത സുരക്ഷിതമായ ഒരിടം കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു ഷെഡ് നിർമ്മിക്കുക. 16 ആംപ്സ് 3-പിൻ സോക്കറ്റ്, 16 ആംപ്സ് MCB, ELCB അല്ലെങ്കിൽ RCCB, 25 ആംപ്സ് 30 മില്ലി ആംപ്സ്. എന്താണ് MCB, ELCB? ചാർജറിനെ ഓവർലോഡിംഗിൽ നിന്നും ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും സംരക്ഷിക്കുന്നതിനാണ് MCB. ELCB എർത്ത് ലീക്കേജ് തടഞ്ഞുകൊണ്ട് നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. മൂന്നാമതായി വയറിംഗ്. പ്ലഗ് പോയിന്റും ഡിസ്ട്രിബ്യൂഷൻ ബോർഡും തമ്മിലുള്ള അകലം 1 മുതൽ 25 മീറ്ററിനുള്ളിലാണെങ്കിൽ ഫേസ്, ന്യൂട്രൽ എന്നിവയ്ക്ക് 4 സ്ക്വയർ മില്ലിമീറ്ററും എർത്തിങ്ങിന് 2.5 സ്ക്വയർ മില്ലിമീറ്ററുമാണ് ഉപയോഗിക്കേണ്ടത്. പ്ലഗ് പോയിന്റും ഡിസ്ട്രിബ്യൂഷൻ ബോർഡും തമ്മിലുള്ള അകലം 25 മുതൽ 100 മീറ്ററിനുള്ളിലാണെങ്കിൽ ഫേസ്, ന്യൂട്രൽ എന്നിവയ്ക്ക് 6 സ്ക്വയർ മില്ലിമീറ്ററും എർത്തിങ്ങിന് 2.5 സ്ക്വയർ മില്ലിമീറ്ററുമാണ് ഉപയോഗിക്കേണ്ടത്. 100 മീറ്ററിന് മുകളിലാണെങ്കിൽ 10 സ്ക്വയർ മില്ലിമീറ്ററുള്ള ആർമേഡ് അലുമിനിയം കേബിളാണ് ഉപയോഗിക്കേണ്ടത്. ഘട്ടം 4 ചെക്ക് പോയിന്റുകൾ. വാഹനം പാർക്ക് ചെയ്യുന്നത് ഗാരേജിലാണെങ്കിൽ അവിടെ വായുസഞ്ചാരം ഉണ്ടായിരിക്കണം. തുറസായ സ്ഥലത്താണ് വാഹനം പാർക്ക് ചെയ്യുന്നതെങ്കിൽ വെയിൽ, മഴ, ഈർപ്പമേൽക്കാതെ തണലുള്ള തണുപ്പുള്ള സ്ഥലത്താണ് ചാർജിംഗ് പോയിന്റ് ഉണ്ടായിരിക്കേണ്ടത്. മിതമായ പവർ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. എർത്തും ന്യൂട്രൽ വോൾട്ടേജും 3 വോൾട്ടിൽ കുറവായിരിക്കണം. ഫേസ് എർത്ത് വോൾട്ടേജ് 230 വോൾട്ട് ആയിരിക്കണം. ഫേസും ന്യൂട്രൽ വോൾട്ടേജും 230 വോൾട്ട് ആയിരിക്കണം. ബാറ്ററിയുടെ ആരോഗ്യത്തിന് ഇവ അത്യാവശ്യമാണ്. നിങ്ങളുടെ വാഹനം ദിവസവും 100% ചാർജ് ചെയ്യുക. എല്ലാ ദിവസവും രാത്രി മുഴുവൻ പ്ലഗ് ഇൻ ചെയ്തിടുക. 100% SOC വരെ പൂർണ്ണമായി ചാർജ് ചെയ്തതിനു ശേഷം വാഹനം ഉപയോഗിക്കാതെ ഒരാഴ്ചയോ അതിൽ കൂടുതലോ ആയിട്ടുണ്ടെങ്കിൽ 100% ചാർജ് ചെയ്യുക. അതിനുശേഷം എല്ലാ ആഴ്ചയിലും 100% ചാർജ് ചെയ്യുക. ചാർജ് 10%-ൽ താഴെയാണെങ്കിൽ ഐഡലായോ പാർക്ക് ചെയ്തോ 4 മണിക്കൂറിൽ കൂടുതൽ സൂക്ഷിക്കരുത്. കമ്പനി ശുപാർശ ചെയ്യുന്ന പവർ സോഴ്സ് MCB, ELCB എന്നിവ മാത്രം ഉപയോഗിക്കുക. വാഹനം ചാർജ് ചെയ്യുന്നതിന് ശരിയായ എർത്തിങ് ഇല്ലാതെയോ എക്സ്റ്റൻഷൻ കോഡോ മറ്റ് പ്ലഗ് പോയിന്റുകളോ ഉപയോഗിക്കരുത്. 0% മുതൽ 100% വരെ ചാർജ് ചെയ്യാൻ 3 മണിക്കൂർ 50 മിനിറ്റ് എടുക്കും. ഇനി പ്രകൃതിയെ രക്ഷിക്കാം, പണവും ലാഭിക്കാം. ആസ്വദിക്കാം.